ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ പുതിയ ഒരു വേൾഡ് കപ്പ് സൈക്കിൾ ആരംഭിക്കുകയാണ്. ഒരുപാട് സീനിയർ താരങ്ങളെ ഒഴിവാക്കി കൂടുതൽ യുവതാരങ്ങൾ വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത കോളപ്പിൽ തന്നെ കാർലോ ആഞ്ചലോട്ടി യുവതാരങ്ങളെ പരീക്ഷിച്ചു തുടങ്ങും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ബ്രസീലിയൻ ആരാധകർ ഉള്ളത്. ഏതായാലും ഈ സൈക്കിളിൽ ബ്രസീലിന് പരിഗണിക്കാൻ സാധിക്കുന്ന ചില യുവതാരങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 25ഓളം താരങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അവർ ആരൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുകയാണ്. വിശദമായി കൊണ്ട് പറയുന്നില്ല, മറിച്ച് ആ താരങ്ങളുടെ പേര്, അതുപോലെ തന്നെ വയസ്സ്, ക്ലബ്ബ് എന്നിവയൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് പരിഗണിക്കാൻ സാധിക്കുന്ന ചില താരങ്ങളുണ്ട്. അതിലൊന്ന് സാന്റോസിന്റെ യുവതാരമായ ജാവോ പെഡ്രോയാണ്. 18 വയസ്സ് മാത്രമുള്ള ഗോൾ കീപ്പറാണ് ജാവോ പെഡ്രോ. സാന്റോസിന് വേണ്ടിയാണ് കളിക്കുന്നത്. മറ്റൊരു താരം ലൂയിസ് ജൂനിയർ ആണ്. 25 വയസ്സുണ്ട്. സ്പാനിഷ് ക്ലബ്ബായ വിയ്യാറയലിന്റെ ഗോൾ കീപ്പറാണ് ലൂയിസ് ജൂനിയർ. അതുപോലെ തന്നെ ക്രുസൈറോ എന്ന ക്ലബിന്റെ ഗോൾ കീപ്പറാണ് ഒട്ടാവിയോ കോസ്റ്റ. 20 വയസ്സുള്ള ഗോൾ കീപ്പറാണ് അദ്ദേഹം. അതുപോലെ തന്നെ കൗ സാന്റോസ്, ഫ്രാങ്ക്ഫർട്ടിന്റെ 23 വയസ്സുള്ള ഗോൾ കീപ്പറാണ് അദ്ദേഹം. കൂടാതെ ഫ്ലമംഗോയുടെ 18 വയസ്സ് മാത്രമുള്ള ഗോൾ കീപ്പറാണ് ലിയോ നന്നേറ്റി. അദ്ദേഹം ഇത്തവണത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിനോടൊപ്പം ഉണ്ടായിരുന്നു, അഥവാ ട്രെയിനിങ് നടത്താൻ വേണ്ടി ലിയോ നന്നേറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 18 വയസ്സ് മാത്രമുള്ള ഈ ഗോൾ കീപ്പർ ഭാവിയിൽ ബ്രസീലിന്റെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ കോറിറ്റിബ എന്ന ടീമിന്റെ ഗോൾ കീപ്പറായ പെഡ്രോ മോറിസ്കോ 22 വയസ്സ് മാത്രമുള്ള താരമാണ്. ഇവരെയെല്ലാം ഭാവിയിൽ ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ബ്രസീലിന് പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാവ പൈവ ലെഫ്റ്റ് ബാക്ക് ആണ്. 17 വയസ്സുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി കളിക്കുന്ന താരമാണ് അദ്ദേഹം. ഏഞ്ചലോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. 17 വയസ്സാണ്. സാവോ പോളയുടെ താരമാണ്. അതുപോലെ തന്നെ ആർദർ റൈറ്റ് ബാക്ക് ആണ്. 23 വയസ്സ്. ബയർ ലെവർക്യൂസിന് വേണ്ടി കളിക്കുന്ന താരമാണ്. പെഡ്രോ ലിമ റൈറ്റ് ബാക്ക് ആണ്. 20 വയസ്സാണ്. വോൾവ്സിന് വേണ്ടി കളിക്കുന്ന താരമാണ്. വിറ്റോർ റൈസ് സെന്റർ ബാക്ക് ആണ്. 20 വയസ്സ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. ജൈറോ സെന്റർ ബാക്ക് ആണ്. 21 വയസ്സ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി കളിക്കുന്ന താരമാണ്. ഇവരെല്ലാവരും തന്നെ പ്രതിരോധ നിര താരങ്ങളാണ്, യുവതാരങ്ങളാണ്. ഇനി മധ്യനിരയിലേക്ക് ബ്രസീലിന് പരിഗണിക്കാൻ കഴിയുന്ന ചില യുവതാരങ്ങളുണ്ട്. അതിലൊന്ന് ബ്രീനോ ബൈഡൻ ആണ്. വലിയ ഒരു ഭാവി ബ്രീനോ ബൈഡന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. 21 വയസ്സാണ്. കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന താരമാണ്. അതുപോലെ തന്നെ സി ലുക്കാസ് 18 വയസ്സാണ്. സ്പോർട്ട് റെസിഫെ എന്ന ക്ലബിന് വേണ്ടിയാണ് സി ലുക്കാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആൻഡ്രേ ലൂയിസ് 20 വയസ്സുള്ള താരമാണ്. കൊറിന്ത്യൻസിന്റെ താരമാണ്. അതുപോലെ തന്നെ ലൂയിസ് പച്ചീക്കോ 18 വയസ്സാണ്. പാൽമിറാസിന്റെ താരമാണ്. ലുക്കാസ് ബെറാൾഡോ പിന്നീട് എല്ലാവർക്കും ചിരപരിചിതനായ വ്യക്തിയാണ്. PSG താരം. 22 വയസ്സ്. ഗബ്രിയൽ മോസ്കാർഡോ 20 വയസ്സാണ്. PSG താരമാണ്. അതുപോലെ തന്നെ തിയാഗീഞ്ഞോ 18 വയസ്സാണ്. ഗ്രിമിയോയുടെ താരമാണ്. ഇവരെല്ലാം മധ്യനിരയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഡ്വാർഡോ കോൺസിസാവോ കേവലം 16 വയസ്സ് മാത്രമുള്ള താരമാണ്. പാൽമിറാസിന് വേണ്ടി വളരെയധികം ഇംപ്രസീവായ ഒരു പ്രകടനം എഡ്വാർഡോ കോൺസിസാവോ നടത്തിയിട്ടുണ്ട്. വലിയ ഒരു ഭാവി അദ്ദേഹത്തിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഷാക്തർ ഡോണസ്കിന്റെ 17 വയസ്സുള്ള താരമാണ് ബ്രൂണീഞ്ഞോ. അദ്ദേഹത്തിന് വലിയ ഭാവിയുണ്ട്. അതുപോലെ തന്നെ 20 വയസ്സുള്ള ഷാക്തർ ഡോണസ്കിന്റെ മറ്റൊരു താരമാണ് കൗ ഏലിയാസ്. ഇനി ഗ്രിമിയോയുടെ ഗബ്രിയൽ മെക്കിന് വലിയ ഭാവി ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. 18 വയസ്സാണ് മെക്കിന്റെ ഒരു പ്രായം. അതുപോലെ തന്നെ ബാഹിയയുടെ 18 വയസ്സുള്ള ഒരു താരമാണ് ഡെൽ. ഇങ്ങനെയാണ് ബ്രസീലിന്റെ യുവപ്രതിഭകൾ വരുന്നത്. ഇതൊരു സമ്പൂർണ്ണ ലിസ്റ്റ് ഒന്നുമല്ല. വിട്ടുപോയ ഒരുപാട് പ്രതിഭകൾ, യുവപ്രതിഭകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന താരങ്ങളാണ് ഇവരെല്ലാവരും. ഭാവിയിൽ ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് ഈ 25 താരങ്ങൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.